Hey guys, welcome back to Motorholic 390. നമ്മളിപ്പോൾ ഉള്ളത് ക്യൂ ആണ് ഞങ്ങൾ ബെഡാ ക്യൂ ആട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് സച്ച്ഗർ എന്നാണെന്ന് തോന്നുന്നുണ്ടോ. സച്ച്ഗർ ബോർഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, കയറി പിടി, ഓടിപ്പോണോ. ഇവിടെ വൺ ക്യൂ ആണ്. ക്യൂ നിന്നിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കിടക്കാൻ, അല്ല ഫ്രണ്ടിൽ ബോർഡറിലേക്ക് എത്താൻ. നമ്മുടെ അറ്റാരി ബോർഡറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രൗഡ് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അടുത്ത് കാണാൻ പറ്റും. പാകിസ്ഥാനി മിലിറ്ററീസിനായാലും നമ്മുടെ മിലിറ്ററീസിനായാലും ഈ BSF ആയാലും അടുത്ത് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത ഗൈസ്. സുചേത്കർ അങ്ങനെയാണ് ഈ ബോർഡർ നെയിം. ഓക്കെ, നമ്മള് ഇതിനുള്ളിൽ ചെക്കിങ് കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. ആധാർ കാർഡ് വേണം, സോഫ്റ്റ് കോപ്പി ആയാലും മതി ഗൈസ്, വലിയ സീനില്ല. ഇന്ത്യനെ എപ്പോഴും പിടിക്കും. ഗോപുരൻ്റെ കയ്യിലുള്ളവരുടെ ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ അടുത്ത് കാണാം അവരെന്നല്ല, ബോർഡർ ഭയങ്കര അടുത്താണ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിങ്ങോട്ട് വരാനുള്ള 2 കാരണങ്ങളുണ്ട് ഗൈസ്. ഞങ്ങളിന്ന് ജമ്മുവിൽ കയറേണ്ട ആൾക്കാരാണ്. ജമ്മുവിൽ ഇന്ന് ചെറിയ മറ്റേ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടികളൊന്നും കയറ്റി വിടണില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വെറുതെ നിൽക്കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഉണ്ട്. നമുക്ക് ക്രൗഡ് കുറവായിട്ട് ഈ ബോർഡറിൽ നമുക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പരേഡ് കൂടി കാണാം. ഇവിടെ എല്ലാ ദിവസവും പരേഡില്ല, സാറ്റർഡേ സൺഡേ അങ്ങനെ ചില ദിവസങ്ങളിൽ പരേഡുള്ളൂ. ആ പരേഡ് നമുക്ക് അടുത്ത് കാണാം. വാഗ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രൗഡഡ് അല്ലേ. അപ്പം നമ്മൾ മുകളിൽ ഇരുന്നിട്ടൊക്കെ കാണുന്നത് അത്രയും നമുക്ക് അടുത്ത് കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റില്ല, ഇവിടെ നമുക്ക് നന്നായി അടുത്ത് കാണാൻ പറ്റും ഗൈസ്. നമ്മളിവിടെ എൻട്രി ആണ് കേട്ടോ. നമ്മുടെ പേര് പൈസ സംഭവങ്ങളൊക്കെ എൻട്രി ചെയ്യണം ഗൈസ്. എൻട്രി ചെയ്ത് നോക്കിയ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കാണാം ഗൈസ്. നോക്കിയേ, ചെയറിലൊക്കെ ഇരുന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാം കേട്ടോ. ഫ്രണ്ടിലിരുന്ന് കാണാം ഗൈസ്. അറ്റാരി ബോർഡറിൽ ഈ കളി നടക്കില്ല. ഇവിടെ ഈ റൂട്ടിൽ നടക്കും ഗൈസ്. ഇവിടെ നമുക്ക് ഈ റൈറ്റിലോ ലെഫ്റ്റിലോ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് പരേഡ് കാണാൻ പറ്റും. നമുക്ക് ബോർഡറിനെ അങ്ങോട്ട് പോയിട്ട് വരാം. കമോൺ. ഏതാ ക്രൗഡ് നോക്കിയേ. പോവാൻ പറ്റൂലോ. ചെല്ലി നമ്മളത് അപ്പുറത്തേക്ക് പോകാൻ പോടാ ഗൈസ്. एक मिनट बस रुक जाओ, यहीं तक जाने दे, यहाँ तक दरवाजा बंद कर रहा हूँ. चलो इतना ओ भाई अंदर आ जाएगा. നമ്മള് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ അതിൽ കൂടെ ചാടി ഗൈസ്. നമുക്ക് പാക്ക് ബോർഡർ കണ്ടിട്ട് വരാം. കമോൺ, ഇത് കാണൂടാ. ഇപ്പൊ നമ്മളിപ്പോ എവിടെയാന്ന് അറിയോ? ഇപ്പൊ നോ മാൻസ് എന്ന് പറയല്ല, നോ ലാൻഡ് എന്ന് പറയില്ലോ, നോ മാൻസ് ലാൻഡ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ അല്ല ഇന്ത്യയുടെ അല്ലാത്തൊരു ലാൻഡ്. അവിടെയാണ് ഗൈസ് നമ്മളിപ്പോൾ നോ മാൻസ് ലാൻഡ്. ലെഫ്റ്റിലൊക്കെ മറ്റേ സാധനങ്ങളോടെ ഫുള്ള്. ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ അതിൽ ചാടി ലോക്കായി നടന്നു ഞങ്ങള്. നമ്മളെത്തി ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ കാണാം പാകിസ്ഥാൻ്റെ സംഭവങ്ങളൊക്കെ.
ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറ്റി വിടുമെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. ടാറ്റ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനിലുള്ളവർക്ക്. അവിടെ അപ്പുറത്തും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പുറത്ത് പാകിസ്ഥാനിലുള്ള ആൾക്കാർ നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. നമ്മളും കൊടുക്കണ്ട കുറച്ച് ടാറ്റ അങ്ങോട്ട്. चलो निकलो निकलो निकलो, देखा जो निकलो ना, खड़े ही रहोगे देखेंगे ही नहीं. ये बात थोड़ी, आप चलो ना. കാണുന്നു ഗൈസ്, പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഇതും തോട്ടി വിളിക്കുന്നു, തോട്ടി. ഇപ്പുറത്ത് പാകിസ്ഥാന്റെ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറയുന്നുണ്ട്. चलो निकलने दो, चलो चलो. नहीं है ना, नहीं है वो तो है. और പാകിസ്ഥാൻ ഗൈസ്, ഇന്ത്യ ബോർഡർ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ നിൽക്കണത് പാകിസ്ഥാനീസാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടേ മറ്റേ വാഗ ബോർഡറിലെ പോലെ തോട്ടി വലി മറ്റേ സാധനം കടിക്കാൻ വീട്. അപ്പോഴേക്ക് നല്ല ആട്ട് കിട്ടിയ BSF പാകിസ്ഥാനുകാർക്ക് ടാറ്റ കൊടുത്തു. അതെ 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 അതെ, ടാറ്റ തിരിച്ചും കിട്ടിയിട്ടോ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ഇവിടെ നടക്കുള്ളൂ കേട്ടോ. ഇത് ഈ ബോർഡറിൽ തന്നെ വരണം ഗൈസ്. അത്താരി ബോർഡറിലോ വാഗ ബോർഡറിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നടക്കില്ല. ഈ സെറ്റപ്പ് നടക്കണമെങ്കിൽ നമ്മൾ VIP യോ VVIP ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ സെറ്റപ്പ് നടക്കും. അതർവൈസ് ഇവിടെ നടക്കുള്ളൂ. നമുക്കിങ്ങനെ പോയി തൊടാം. ഇവിടെ വേറെ ഫീലാണ് ഗൈസ്. പിന്നെ അത് മാത്രമല്ല, പരേഡ് കാണുന്നത് നമ്മൾ, അതായത് വാഗ ബോർഡറിൽ VIPs ഇരുന്ന് കാണുന്ന അതേ സ്പെക്കിലാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പരേഡ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് പരേഡിന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ലെറ്റ്സ് സീ. ഇൻഡോ പാക് ബോർഡർ. ആക്ച്വലി ഞങ്ങളിന്ന് ജമ്മുവിൽ വരേണ്ട ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഉരുൾപൊട്ടലും ഈ സീനൊക്കെ കാരണമാണ് നമ്മൾ ഇങ്ങോട്ടാക്കിയത് പ്ലാൻ. ഇനി നാളെ ജമ്മുവിലേക്ക് അടിയാൻ പറ്റുമോ നോക്കണം. നാളെയും വണ്ടികൾ കയറ്റി വിടണില്ല എന്നുണ്ടെങ്കിൽ നോക്കാം. എന്തായാലും നോക്കട്ടെ. എന്തൊരു സാധനം നോക്കിയ BSFന്റെ പെട്ട സാധനം. ആ കാണുന്നൊക്കെ പാകിസ്ഥാനാ. ഇത് നോ മാൻസ് ലാൻഡ്. അതിൻ്റെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഗൈസ്. കൊണ്ടിരിക്കുക കുറച്ച് നേരം. അയ്യോ, സീറ്റ് പിടിക്കാല്ലേ. ഫ്രണ്ടിൽ പോയിട്ട് സീറ്റ് കിട്ടുമോ നോക്കട്ടെ ഗൈസ്. പരേഡ് സമയം 5:30 ആവുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. അതിനുള്ള സെറ്റപ്പ് ഇവിടെ ആക്കുന്നുണ്ട്. 5:30 ആയിരിക്കും. നമ്മളിവിടെ നൈസായിട്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് കഴിച്ച് ഈ ഒരു സെറ്റപ്പ് നടക്കുള്ളൂ. ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നടക്കുള്ളൂ. വാഗ ബോർഡറിലൊക്കെ വൻ റെസ്ട്രിക്ഷൻസ് ആണ്. ഓക്കെ, നമുക്കിനി പരേഡിൻ്റെ വിശേഷങ്ങൾ കാണാം ഗൈസ്. നോക്കി ഞാൻ ഇരിക്കണേ നേരെ ഫ്രണ്ടിൽ പരേഡ് നടക്കാൻ പോണ്. നേരെ കളിയില്ലേ. हाथ पकड़ के मेरे साथ बोलेंगे, भारत माता की, भारत माता की, भारत माता की, वंदे मातरम, वंदे मातरम, वंदे मातरम, हिंदुस्तान जिंदाबाद, हिंदुस्तान
आपका ये जोश परेड के अंत तक बने रहना चाहिए। अपराधियों के खिलाफ कार्यवाही में महत्वपूर्ण भूमिका निभाता है। इन सभी शोधों का प्रशिक्षण बीएसएफ द्वारा नेशनल ट्रेनिंग सेंटर फॉर डॉग्स ग्वालियर में कलर के साथ गश्त पर है। अचानक जवान घायल होकर गिर जाता है। हेलमेट के गिरने पर डॉगी आगे की कार्यवाही देखी। ഓ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. അത് പൊളിച്ചു കൈസ്, അത് പൊളിച്ചു. ഡോഗ് നോക്കി ഫസ്റ്റ് എയ്ഡ് കൊണ്ട് വന്നട്ടോ. അയ്യോ डॉग के शानदार प्रदर्शन के लिए जोरदार तालियां। അത് പൊളിച്ചൂലേ? हल्ला नहीं करना है, क्या पता क्या नहीं ना, हो जाओ। महिला बच्चों उन्हें जोरदार तालियों द्वारा सम्मानित। ये सब तीन वीरांगनाओं के लिए चंपल थे। कोमल है, कमजोर नहीं है, शक्ति का नाश नहीं है, सबको जीवन देने वाली बहुत ही उदाहरण है। महिला पायलट अपने निश्चित स्थान की ओर बढ़ती हुई उन्हें जोरदार तालियों द्वारा सम्मानित। अपना शत प्रतिशत देने के लिए सजग तत्पर है। इसलिए ये कमांडो हमारे बस अपने देश की आन बान और शान। इसके लिए मुझे याद आ रही है और जज्बे को सलाम करते हुए मैं कहना चाहूँगी, कमजोर से मिलते हैं कंधे, कमजोर से कदम मिलते हैं। हम चलते हैं ऐसे तो दुश्मन की जमाने को
तानाजी पवार और आरक्षक सोमवीर फ्री ऑफ फ्री राइफल से कर्तव्य निभाते हुए राष्ट्रीय ध्वज उतारने की प्रक्रिया में सबसे पहले आपके समक्ष आते हुए आरक्षक राजीव कुमार। होता है वो लहू जो देखने काम आता है। എടുക്കുമ്പോൾ നോക്കണ്ട ഔട്ട്പുട്ട് നോക്കിയാൽ മതി.
हमेशा ऊंचा रखना था जब तक दिलों में जान थी। ध्वजरक्षक टोली ग्राउंड से स्लॉट मार्चिंग एवं उत्तम दर्जे की भीड़ का प्रदर्शन करते हुए विदा लेते हुए एक बार पुलिस द्वारा इसके प्रदर्शन की सराहना। Sir, can I take a photo with you? Please. Thank you. Camera. കിട്ടി മോളെ. ഒരു തംസ് അപ്പ് കൊടുത്തു. ഹായ് ബ്രോ. ഹായ് ബോൾ. ഹായ് കർ ദേ. ഹായ് ഹായ്. ഈ ചെക്കൻ വേറെ സീനാണെന്നുണ്ടോ? ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ.